ഫ്രണ്ട്സ്, വെൽക്കം ടു സഗീസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഒരു വെണ്ടയ്ക്ക മസാല അല്ലെങ്കിൽ ബിൻഡി മസാല എന്ന് പറയും. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഭയങ്കര എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇപ്പോൾ ഓരോന്ന് ഇടുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് വെണ്ടയ്ക്ക നന്നായി കഴുകി എടുത്താണ്. ഈ ഒരു പരുവത്തിൽ, ഈ ഒരു നീളത്തിൽ നമുക്ക് വെണ്ടയ്ക്ക മുറിച്ചെടുക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ ഈ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ എടുക്കാം, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം വെണ്ടയ്ക്ക ഒന്ന് കുറച്ചിങ്ങനെ വഴറ്റിയെടുക്കണം. കാരണം ഇതിലൊരു വഴുവഴുപ്പുണ്ട്, അപ്പോൾ അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. നമുക്ക് വെണ്ടയ്ക്ക ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക കഴുകിയിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നമ്മളെ എണ്ണയിലേക്കാണല്ലോ ഇടുന്നത്, അപ്പം അത് നന്നായി തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് പോകണം. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ആയി കിട്ടണം. ഈ ഒരു ഷാലോ ഫ്രൈ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇതൊന്ന് ആയി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റാം. ജസ്റ്റ് ഇതിന്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത വെണ്ടയ്ക്ക മാറ്റി, ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാല പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടി, കുറച്ചിട്ടാൽ മതി. പിന്നെ ഞാൻ ഇവിടെ ഒരു 2 സവോള അരിഞ്ഞെടുത്തുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി അരച്ചത്, പിന്നെ ഒരു 1/4 സ്പൂൺ ഇഞ്ചി. ഇതെല്ലാം നന്നായി വഴന്നു വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ സവാളയും എല്ലാം കൂടി നന്നായി ഒന്ന് വഴന്നു വരണം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂക്കണം. നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കരിയാണ്ട് നോക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു നുള്ള് മഞ്ഞൾ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഒരു വലിയ തക്കാളി ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ തക്കാളി ഇട്ടിട്ട് നന്നായി ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. പിന്നെ ഉപ്പിട്ടിട്ടില്ല, നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ഇതാക്കിയിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ലേശം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഈ മസാലയ്ക്ക് ഒന്നുകൂടിയും മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി എല്ലാം ഒന്നുകൂടിയും കുക്കായി വരണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ ഒപ്പമൊക്കെ നന്നായി കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിഷാണ്. നമുക്ക് ചിലവർക്ക് വെണ്ടയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ അതൊന്ന് വറുത്ത് ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കി കൊടുത്താൽ കുറച്ചുകൂടി അത് ടേസ്റ്റി ആവും. നമ്മുടെ പ്രിപ്പറേഷൻ റെഡിയായി. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള വെണ്ടക്കായ മസാല അല്ലെങ്കിൽ ബിന്ദി മസാല പ്രിപ്പയർ ആയിട്ട് ബിന്ദി മസാല എളുപ്പത്തിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം അതുപോലെ തന്നെ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.